കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് മുനമ്പം ഭൂമി തർക്കം. എറണാകുളം ജില്ലയിലെ മുനമ്പം പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. എന്നാൽ ഈ ഭൂമി തർക്കം എങ്ങനെ തുടങ്ങി, ആരാണ് യഥാർത്ഥ ഉടമകൾ, എന്തുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത്? മുനമ്പം കൊച്ചി നഗരത്തിനടുത്തുള്ള തീരദേശ പ്രദേശമാണ്. ഇവിടെ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളും സാധാരണ കുടുംബങ്ങളും താമസിച്ചു വരികയായിരുന്നു. പലരും ഭൂമി വാങ്ങി വീടുകൾ പണിതു, ചിലർ ബാങ്ക് ലോൺ എടുത്തു. വൈദ്യുതി കണക്ഷൻ, നികുതി അടവ്, ആധാർ വിലാസം തുടങ്ങി എല്ലാം സാധാരണ രീതിയിൽ തന്നെ നടന്നു. പക്ഷെ പിന്നീട് ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് വലിയ വിവാദമുയർന്നു. ചരിത്രത്തിലേക്ക് പോയാൽ ഈ ഭൂമിയുടെ ഒരു ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരുന്നുവെന്നാണ് വാദം. വഖഫ് എന്നത് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സാമൂഹിക ആവശ്യങ്ങൾക്കായോ മാറ്റിവെക്കുന്ന സ്വത്തുക്കളെയാണ് പറയുന്നത്. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് പിന്നീട് ഈ ഭൂമി കൈമാറ്റങ്ങൾ വഴി വിൽപ്പനകളിലൂടെയും സ്വകാര്യ വ്യക്തികളിലേക്ക് പോയെന്നാണ് നാട്ടുകാരുടെ വാദം. എന്നാൽ പിന്നീട് വഖഫ് ബോർഡ് ഭാഗത്ത് നിന്ന് ചില ഭൂമികൾ ഇപ്പോഴും വഖഫ് സ്വത്താണെന്ന അവകാശവാദം ഉയർന്നു. അതിനോടൊപ്പം ഭൂമി രേഖകളും ഉടമസ്ഥാവകാശ രേഖകളും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതോടെയാണ് വലിയ ആശങ്ക തുടങ്ങിയത്. വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിയമപരമായി ഭൂമി വാങ്ങി, നികുതി അടച്ചു, സർക്കാർ ഓഫീസുകൾ എല്ലാ രേഖകളും നൽകി. ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അനധികൃതക്കാരാണെന്ന് പറയുന്നത് എങ്ങനെ? അതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് നീങ്ങി. വീടുകൾ നഷ്ടമാകുമോ എന്ന ഭയം പല കുടുംബങ്ങളെ ബാധിച്ചു. ചിലർ പറയുന്നത് ജീവിത സമ്പാദ്യം മുഴുവൻ ഈ വീടുകളിലാണ് നിക്ഷേപിച്ചതെന്ന്. രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ രംഗത്തെത്തി. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തൽ നടത്തി. ചിലർ പറഞ്ഞത് സർക്കാർ തുടക്കത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നു എന്നാണ്. മറ്റു ചിലർ പറഞ്ഞത് വഖഫ് നിയമങ്ങളും ഭൂമി രജിസ്ട്രേഷനും തമ്മിലുള്ള സങ്കീർണതയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും വിഷയത്തിൽ പ്രതികരിച്ചു. അതേസമയം വിവിധ ഹിന്ദു സംഘടനകളും നാട്ടുകാരെ പിന്തുണച്ച് രംഗത്തെത്തി. ഇതോടെ വിഷയം സാമൂഹിക രാഷ്ട്രീയ ചർച്ചയായി കൂടുതൽ വ്യാപിച്ചു. നിയമപരമായി നോക്കുമ്പോൾ ഭൂമിയുടെ പഴയ രേഖകൾ, രജിസ്ട്രേഷൻ നടപടികൾ, വഖഫ് അവകാശവാദങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കേണ്ട സങ്കീർണ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കോടതികളിലും സർക്കാർ തലങ്ങളിലും വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ ഏറ്റവും കൂടുതൽ ആശങ്കയില്ലാത്ത സാധാരണ കുടുംബങ്ങളാണ്. രാഷ്ട്രീയവും നിയമവാദങ്ങളും തുടരുമ്പോഴും ഞങ്ങളുടെ വീട് നഷ്ടമാകുമോ എന്ന ചോദ്യമാണ് പലരുടെയും മനസ്സിലുള്ളത്. മുനമ്പം ഭൂമി വിഷയം വെറുമൊരു ഭൂമി തർക്കമല്ല. ഭൂമിയുടെ ഉടമസ്ഥ അവകാശം, വഖഫ് നിയമം, സർക്കാർ രേഖകളിലെ വിശ്വാസം, സാധാരണക്കാരുടെ സുരക്ഷിതത്വം, ഇതെല്ലാം ചേർന്ന ഒരു വലിയ സാമൂഹിക ചർച്ച കൂടിയാണ്.